സൗരങ്ങളെ നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് ഒരു വലിയ സാക്ഷ്യമാണ്. ഒരു പെൺകുട്ടിയുടെ മൂത്രാശയത്തിനകത്ത് 2 കല്ലുകൾ കൊണ്ടാകുകയും ഓപ്പറേഷൻ പറഞ്ഞതിനെ തുടർന്ന് അവർ പ്രാർത്ഥനയ്ക്ക് വരികയും പൂർണ്ണമായും സൗഖ്യമാകുകയും ചെയ്ത ഒരു സാക്ഷ്യമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാം, മൂത്രാശയങ്ങളിൽ, ലിവറിൽ, കിഡ്നിക്കകത്ത്, ബ്ലാഡറിനകത്ത് കല്ലുകളുള്ളവർ യേശുക്രിസ്തു ഇന്ന് നിങ്ങളെ സൗഖ്യമാക്കാൻ പോവുക. കർത്താവിൻ്റെ അത്ഭുത സൗഖ്യം നിങ്ങളുടെ മേൽ വരുന്നത് എനിക്ക് കാണാം. ഹല്ലേലൂയ. വളരെ ശ്രദ്ധയോടെ ഈ സാക്ഷ്യം കാണാം. 8 വയസ്സോളം മോളാണ്. ഇവർക്ക് 2 കല്ല് പിത്താശയത്തിലുണ്ടായിരുന്നു. 2 കല്ല് പിത്താശയത്തിലാണ്. 14 mm 4 mmൻ്റെതാണ്. 14 mm-ൻ്റെയും 4 mm-ൻ്റെയും എസ്ഐറ്റിലായിരുന്നു. എന്നിട്ട് മരുന്ന് കഴിച്ചിട്ട് ഡോക്ടർ പറഞ്ഞത് ഇത് സ്കൂൾ അവധിയാകുമ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ, അലിഞ്ഞു പോകാൻ ചാൻസ് ഇല്ല എന്നാണ്. അപ്പോഴത്തേക്ക് ഞങ്ങൾ പ്രിയദർശിനി ഓഡിറ്റോറിയത്തിൽ പ്രാർത്ഥനയ്ക്ക് വന്ന് TV-യിൽ പാസ്റ്റർ എല്ലാം പ്രസംഗം കേൾക്കാറുണ്ട്. അങ്ങനെ അവിടുത്തെ വന്നപ്പോഴത്തേക്കും മോക്ക് ഒരു അത്ഭുതം ദൈവം ചെയ്തിട്ടുണ്ട്, ഇനി വരുമ്പോൾ നിങ്ങൾ സ്കാനിങ് റിപ്പോർട്ടായിട്ട് വരണമെന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് സ്കാൻ ചെയ്തപ്പോൾ കല്ല് അപ്രത്യക്ഷമായി. ഇവരെന്തായാലും വിശ്വാസത്തോടെ സ്കാൻ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കി. കൈകളടിച്ചൊരു നല്ല ആമേൻ പറഞ്ഞേ, ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ഇത് സുഖമായോ ഇല്ലയെന്ന് സംശയമായിരുന്നു. മെഡിക്കൽ കോളേജിൽ എടുത്തിട്ട് സംശയമായിരുന്നു. ചേച്ചിക്ക് സംശയമായിരുന്നു. സംശയമായിരുന്നു. ഞാൻ തിരിച്ചു വരുന്ന വഴിക്ക് നെയ്യാറ്റിൻകര അനുപമയിൽ ചെന്നിട്ട് വീണ്ടും ഒന്നുകൂടെ സ്കാൻ ചെയ്ത് അവിടെ ഒന്നും കാണാനില്ല. അതെന്തായാലും കൊള്ളാം. ഈ ചേച്ചിക്ക് ഈ കല്ല് പോയെന്ന് നമ്മൾ പറഞ്ഞത് വിശ്വസിക്കാൻ വയ്യായിരുന്നു. അതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ പോയിട്ട് സ്കാൻ ചെയ്തപ്പോൾ അവിടെ കല്ലില്ല. അതുകൊണ്ട് അവരുടെ സ്കാനിങ്ങിന് വല്ല കുഴപ്പമുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് നെയ്യാറ്റിൻകര എവിടെയാ, നെയ്യാറ്റിൻകര അനുപമ CT സ്കാനിലും കൂടെ പോയി സ്കാൻ ചെയ്തു. അവിടെ ഇല്ലെന്ന് അറിഞ്ഞപ്പോഴാണ് റിപ്പോർട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഹല്ലേലൂയ. ഡോക്ടർമാരുടെ ഭാഷയിൽ ഓപ്പറേഷൻ ചെയ്തേ പറ്റത്തുള്ളൂ. വാവ്, കർത്താവിന്റെ കരങ്ങൾ എത്ര വലുതല്ലേ. കൈകളടിച്ചൊരു നല്ല ആമേൻ പറഞ്ഞേ. വാവ്, കൈകളടിച്ചൊരു ദിക്കൂർ നല്ല ആമേൻ പറഞ്ഞേ. ഈ മോളെ ചെറുപ്പത്തിൽ തന്നെ ദൈവം ഒരു സൗഖ്യം കൊടുത്തത് ഞാൻ വിശ്വസിക്കുന്നത് ഇവൾ വലുതാവുമ്പോൾ ഒരു നല്ലൊരു ശുശ്രൂഷകയായിട്ട് വരണം. ആമേൻ. എല്ലാ കാര്യവും ഉയർത്തി പ്രാർത്ഥിച്ചേ. കർത്താവേ, ഈ മോളെ നീ സൗഖ്യമാക്കിയതിനൊരു വലിയ ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിനായി നന്ദി കർത്താവേ. അനേക ആയിരങ്ങൾക്ക് അത്ഭുതമായി തീരുവാൻ കർത്താവേ, നിന്റെ കരങ്ങൾ ചലിക്കുന്നതിനായി നന്ദി കർത്താവേ. വണ്ടർഫുൾ ജീസസ്, വണ്ടർഫുൾ ജീസസ്, വണ്ടർഫുൾ ജീസസ്. കൈകളടിച്ചൊരിക്കൽ കൂടി നല്ല ആമേൻ പറഞ്ഞ കർത്താവിനെ.